ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഒരു പ്രധാന മത്സരം നടക്കുന്ന ശ്രദ്ധാകേന്ദ്രമാണ് ശ്രീകണ്ഠപുരം ടൗൺ വാർഡ്. മത്സരം അത്ര കടുത്തതല്ലെങ്കിലും ഇവിടെ എന്നും ലീഗ് വിജയിച്ചു വരുന്ന ഒരു വാർഡ് കൂടിയാണ്. ഇവിടെ ഇത്തവണ ലീഗ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഒരു വ്യാപാരി വ്യവസായി കൂടിയാണ്, പി നൂറുദ്ദീൻ. ഇദ്ദേഹമാണ് ശ്രീകണ്ഠപുരത്തെ ലീഗിൻ്റെ UDF സ്ഥാനാർത്ഥി. അപ്പോൾ ഇദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഈ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ വാർഡുകളിൽ വോട്ടർമാരെ നേരിൽ കണ്ടു. എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഇത്തവണ ഈ വിജയിച്ചു വരും എന്നത്? മൂന്നാം ഘട്ടം വോട്ടർമാരെ നമ്മൾ നേരിട്ട് കണ്ടു. ഇനി നാട്ടിലില്ലാത്തവരോടൊക്കെ നമ്മൾ ഫോൺ മുഖാന്തരവും മറ്റേതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ഇല്ലാത്ത ഒരു നല്ല എനർജിയാണ് അതിനുശേഷം ഞങ്ങൾക്ക് ഉണ്ടായത്. എല്ലായിടത്തും നല്ല അനുകൂലമായ സമീപനം തന്നെയാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുണ്ട്. മറ്റൊരു നമ്മൾ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പോലും നമുക്ക് നല്ല സപ്പോർട്ടാണ് ഇതുവരെ കിട്ടിയത്. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ ജയിക്കാൻ വേണ്ടി പറ്റും. ഇതുവരെ നമ്മുടെ പാർട്ടിയുടെ വിലയിരുത്തൽ ശ്രീകണ്ഠാപുരം ഇതുവരെ ഇല്ലാത്ത, ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒരു ഫസ്റ്റ് ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു വാർഡ് കൂടിയാണ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ടൗൺ വാർഡ്. 1400ഓളം വോട്ടർമാരുള്ള ഒരു വാർഡാണ്. അപ്പോൾ ഇവിടെ ഒരു ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് ലീഗ് ഒന്നും വിജയിച്ചു വരാറ്. ഇത്തവണ ആ റെക്കോർഡ് തിരുത്താൻ സാധ്യതയുണ്ടോ? ഭൂരിപക്ഷത്തിൻ്റെ റെക്കോർഡ് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മൂന്നാം റൗണ്ട് കറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരുടെ വിലയിരുത്തൽ ശ്രീകണ്ഠാപുരത്തിൻ്റെ വാർഡിൻ്റെ ചരിത്രത്തിൽ, റെക്കോർഡ് എന്ന് പറഞ്ഞ ചരിത്രത്തിൽ തന്നെ ഒരു ഫസ്റ്റ് ഭൂരിപക്ഷമായിരിക്കും ഇവിടെ വരാൻ വേണ്ടി പോകുന്നത്. അത്ര നല്ല അനുകൂല സമീപനം തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും വോട്ടർമാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഇത്തവണ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാണ് നൂറുദ്ദീൻ പറയുന്നത്. അപ്പോൾ ശ്രീകണ്ഠപുരം ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഡ് കൂടിയാണ്. അപ്പോൾ ടൗണിലെ വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായും ഒരു ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. അപ്പോൾ ആദ്യ പരിഗണന വാർഡിൽ വിജയിച്ചു വരികയാണെങ്കിൽ ആദ്യ പരിഗണന ടൗൺ വാർഡ് എന്ന നിലയ്ക്ക് ശ്രീകണ്ഠപുരം ടൗണിന് ഏത് രീതിയിലുള്ള പ്രയോറിറ്റി കൊടുക്കും? തീർച്ചയായും നമ്മൾ ഇതിനു മുമ്പേ ഈ 10 വർഷമായിട്ട് വരുന്ന നഗരസഭ നല്ല ഒരു പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചത്. നമ്മുടെ നാട്ടിൻ്റെ ഒരു 80% റോഡില്ലാത്ത പല ഭാഗത്ത് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മുടെ പാർട്ടിയുടെയും മുന്നണിയുടെയും നല്ല ഇടപെടൽ നടന്നിട്ടുണ്ട്. നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ ചില ഭാഗത്ത് കുടിവെള്ള പ്രശ്നത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കും. പിന്നെ അതിനൊക്കെ നിങ്ങൾ പറഞ്ഞാണെങ്കിൽ അതിനെ മുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ശ്രീകണ്ഠപുരം ടൗൺ വാർഡ് എന്നുള്ള നിലയിൽ, നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ തലസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു അസൗകര്യം വ്യാപാരികളും മറ്റിതെല്ലാം ഞങ്ങൾ അനുഭവിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഈ വ്യാപാരി വ്യവസായിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ ഞാൻ പല പ്രാവശ്യവും മുനിസിപ്പാലിറ്റി അധികൃതരെ ഇവരെ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നഗരസഭയിൽ ഇനി വന്നു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പാർക്കിംഗ്, അതായത് എഞ്ചിനീയർ ഫീൽഡുമായിട്ട് ആലോചിച്ച്, അതേപോലത്തെ വ്യാപാരി വ്യവസായി നേതാക്കന്മാരൊക്കെ ആലോചിച്ച് എഞ്ചിനീയർമാരൊക്കെ കൊണ്ടുവന്ന് ശ്രീകണ്ഠാപുരത്ത് അനുയോജ്യമായ ഒരു സ്ഥലത്ത് നല്ലൊരു പാർക്കിംഗ് സംവിധാനം ഉണ്ടാക്കാനുള്ള നടപടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് മുൻഗണന അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടാകും. അത് ഞാൻ ഉറപ്പ് നൽകുകയാണ്. പിന്നെ പല സ്ഥലത്തും ഇപ്പോൾ അനാവശ്യമായിട്ട് നോ പാർക്കിങ്ങിൻ്റെ ബോർഡുണ്ട്. അതുകൊണ്ട് കച്ചവടക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് ബോധ്യമുള്ള ആളാണ്. അതുകൊണ്ട് ആദ്യം ഈ നോ പാർക്കിംഗ് എടുത്തു കളഞ്ഞ് അനുയോജ്യമായ സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യത്തോടുകൂടി പാർക്കിംഗ് ബോർഡ് വെക്കാനുള്ള ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കും. കുറേ സ്ഥലത്ത് നോ പാർക്കിംഗ് വെച്ചുകൊണ്ട് കച്ചവടക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളുടെ ശ്രദ്ധയിലും ഞങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് നോ പാർക്കിംഗ് ബോർഡ് മാറ്റി പാർക്കിംഗ് ബോർഡ് അനുയോജ്യമായ സ്ഥലത്ത് വെക്കും. അതിനൊക്കെ വിദഗ്ധരായ, നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി താൽക്കാലികമായിട്ട് പറഞ്ഞു പോകുന്നതല്ല, വിദഗ്ധരമായ ആൾക്കാരെ കൊണ്ടുവന്ന് വ്യാപാരികളുമായി ആലോചിച്ച് ഉചിതമായ നടപടി ശ്രീകണ്ഠാപുരത്ത് വ്യാപാരി വ്യവസായം പുരോഗമിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ആലോചിക്കും. മുൻഗണന അതിന് തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. ശ്രീകണ്ഠപുരം ടൗൺ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠപുരത്ത് എവിടെ വാഹനം വെച്ച് പോയാലും പോലീസ് വന്ന് സ്റ്റിക്കർ ഒട്ടിക്കുകയും ഫൈൻ ഈടാക്കുകയും പരിവാഹൻ സൈറ്റിലൂടെ നമുക്ക് മൊബൈലിലേക്ക് ഫൈൻ വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിനൊരു പരിഹാരം കാണും എന്നാണ് സ്ഥാനാർത്ഥി പറയുന്നത്. അപ്പോൾ നിലവിൽ എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് ശരിക്കും പറയാനുള്ളത്? LDFിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിൽ അങ്ങനെ നമുക്ക് മോശം അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നല്ല സൗമ്യനായ ഒരാളാണ്. പിന്നെ നമ്മളായിട്ട് നല്ല സൗഹാർദ്ദം എപ്പോഴും നിലനിർത്തുന്ന ആളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പുതിയാപ്പളം കൂടിയാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ എപ്പോഴും നമ്മുടെ മുന്നണി ജയിക്കണം എന്നുള്ളല്ലോ. ആ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രവർത്തകന്മാരുണ്ട്. മറ്റുള്ള ആരെ പറ്റിയിട്ടും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നല്ല സ്ഥാനാർത്ഥിയാണ്. രാഷ്ട്രീയ രംഗത്ത് സൗഹൃദങ്ങളെ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിച്ചു പോരുന്ന ഒരാളാണ് നൂറുദ്ദീൻ. അപ്പോൾ ഇത്തരം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠപുരം ടൗൺ വാർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ വൻപിച്ച വിജയം, വലിയ റെക്കോർഡുള്ള ഒരു വിജയം കൈവരിച്ചുകൊണ്ട് മുനിസിപ്പൽ കൗൺസിലറായി വരട്ടെ എന്ന് എല്ലാ ആത്മാർത്ഥമായ ആശംസകളും നേരുകയാണ്. താങ്ക് യു. ഓക്കെ.